ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിറ്റ് എത്ര കിട്ടും? ഒരു 50,000 രൂപ ഞാൻ തരാം. ബൈക്ക് എനിക്ക് തന്നേക്ക്. 50,000 കുറവല്ലേ? എന്നാ ഞാൻ നന്നാക്കി തരാം. ഇതിന്റെ പല സാധനങ്ങളും പുറത്തുനിന്ന് മേടിക്കണം. അതിന് നല്ല കാശാവും. ഇനി ബാക്കി കാര്യം ഞാൻ ഏറ്റ്. നമുക്ക് സംയുക്തമായി അവളെ അങ്ങ് ഊറ്റാം. അമ്മേ, അമ്മ അവൾക്ക് സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. അതൊക്കെ ഞാൻ ഏറ്റ്. പക്ഷെ അവള് വിളഞ്ഞ പുള്ളിയാ. ഒറ്റയടിക്കൊന്നും ഞാൻ സപ്പോർട്ട് കൊടുക്കത്തില്ല. അത് ബുദ്ധിയോടെ ഞാൻ കൈകാര്യം ചെയ്തോളാം. അവളുടെ ചില വീടുകൾ ഞാൻ കൈക്കലാക്കും. അത് ഭാവിയില് നിനക്കും ഏറ്റവും നന്ദിയില്ലാത്ത മോനും കൂടെ ഉള്ളതാണല്ലോ. അടിമോളെ, എനിക്കൊന്ന് പേഷ്യൽ ചെയ്യണം. അല്ല, ഈ നാട്ടില് ബ്യൂട്ടി പാർലർ എവിടാ? എന്ത് ചെയ്യണോന്ന്? ഈ പേഷ്യല്. ഫേഷ്യല് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോണം. അത് ഞാനും രമ്യയും കൂടെ കൊണ്ടുപോവാം. നല്ല കാര്യം. അല്ല, കാശ് രമ്യ കൊടുക്കുമല്ലോ. അയ്യോ, പിടിക്കേ. അയ്യോ, പതിയെ. എവിടെ നോക്കണം വണ്ടി പിടിച്ചത്? നീയാണോ റോങ് സൈഡ് കയറി വന്നേ? കൂടുതലൊന്നും പറയണ്ട, വണ്ടി ശരിക്കുന്നതിന് പോയാൽ മതി. വണ്ടി എടുത്ത് പറ. റോങ് സൈഡ് വന്നതും പോരാ, ഡയലോഗ് അടിക്കുന്നു. താനല്ലേ റോങ് സൈഡ് ഒന്ന് കയറിയത്, ഞാൻ കണ്ടല്ലോ. അല്ല, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ വണ്ടി പണിയായി. നഷ്ടപരിഹാരം തന്നിട്ട് പോയാൽ മതി. കാശ് കോപ്പ് കാരണത്തൊന്നും തരയാണ് വേണ്ടത്. നഷ്ടപരിഹാരം എടുത്തോണ്ട് പോടാ വണ്ടി. തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. 1/2 കിലോമീറ്ററേ ഉള്ളൂ. ഉരുട്ടിക്കൊണ്ടങ്ങ് പോയാൽ മതി. വാടാ. എല്ലാരും വാ. കാലക്കാട് പിടിച്ചവൻ തലമുട്ട അടിച്ചപ്പോ കല്ലുമഴ പെയ്ത പോലെ ആയി. ഇതൊരു കഷ്ടമാണ് ഈശ്വര. രാജനൊന്ന് വിളിക്കാം. മാഡം, രാജു വീട്ടിലാണോ? അല്ല മാഡം, ഞാൻ വർമ്മ സാറിന്റെ അടുത്തേക്ക് വരിക. ആണോ? ഞാനേ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോവാ രാജു. വെരി ഗുഡ് മാഡം, എനിക്ക് സന്തോഷായി. മാഡത്തിന് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യേ. അതെങ്ങനെയാ? BSc ഫിസിക്സ് കഴിഞ്ഞു, ഇനി MSc. ഓഹോ, ഓക്കെ മാഡം. എന്തായാലും മാഡം പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രാജു. ഈങ്ങളുമില്ലല്ലോ, വീലൊക്കെ ജാമായ. ഹസനെ, ഇതെന്താ ഉന്തുവണ്ടിയോ? ഹസനെ, ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ ആശാൻ എന്ന് വിളിക്കാൻ? താനൊരു മെക്കാനിക്കല്ലേ, അതുകൊണ്ട് ആശാനെ വിളിച്ചത്. ചേട്ടാ, വണ്ടി ഒന്ന് നിർത്തോ. ഇത് രാജുവിന്റെ ബൈക്കാണല്ലോ. ഈ ബൈക്ക് നന്നാക്കി തരുമോ? നന്നാക്കല്ല എന്റെ പണി. ഞാൻ നോക്കട്ടെ. ഈ വണ്ടിക്ക് മൊത്തം കുഴപ്പമാ. എൻജിൻ കംപ്ലൈന്റ് ആയി, ടാങ്കും പോയി. നല്ല പണിയാടോ, എല്ലാം മാറ്റി വെക്കണം.
എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ വേണേ മാറ്റി വെച്ച് തരാം. നല്ല പണച്ചെലവുണ്ട്. എത്ര രൂപയാവും? ഞാൻ ഒന്ന് കൂട്ടി പറയാം. ഡോ, ഇത് പണിയുന്നതിനേക്കാളും നല്ലത് വിൽക്കുന്നതാ. ഓ, വിറ്റ എത്ര കിട്ടും? ഒരു 50,000 രൂപ ഞാൻ തരാം. ബൈക്ക് എനിക്ക് തന്നേക്ക്. 50,000 കുറവല്ലേ? എന്നാ ഞാൻ നന്നാക്കി തരാം. ഇതിന്റെ പല സാധനങ്ങളും പുറത്തുനിന്ന് മേടിക്കണം. അതിന് നല്ല കാശാവും. എന്റെ കാശൊന്നുമില്ല. വിറ്റാലാണെങ്കിൽ 50 എന്റെ കയ്യിരിക്കും. ഞാൻ നോക്കിയിട്ട് ഇപ്പൊ അതാണ് ബുദ്ധി. ആളെയും പോയി പണി നോക്കട്ടെ. ശരി, വണ്ടി എടുത്തോ. എന്നിട്ട് കാശിക്കുണ്ടോ? ശരി. നിന്നെ ആദ്യം കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ നിന്നോട് എനിക്ക് ദേഷ്യം തോന്നിയതാ. ഞാനേ നെല്ലിക്ക പോലെ മുണ്ടക്കിലമ്മേ. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. എന്നാലേ ഞാനൊരു നിറകുടമാ, സ്നേഹത്തിന്റെ നിറകുടം. പിന്നെ നിറകുടം തുളുമ്പില്ല. ആ, നിന്റെ കഥകളെല്ലാം എന്റെ മരുമോൾ എന്നോട് പറഞ്ഞു. ഒരു പ്രേമത്തിന്റെ പേരിൽ നീ നിന്ന് നോവുകയാണെന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കണം മുണ്ടക്കിലമ്മേ. നോക്കട്ടെ, ഇതൊരു ത്രികോണ പ്രേമോ, 2 യുവതികളും ഒരു യുവാവും. ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ അങ്ങനെ പറയല്ലേ. അമ്മ സഹായിക്കാന്ന് എന്നോട് ഏറ്റതല്ലേ. അതിനെ സഹായിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, കാര്യം എന്തൊക്കെ പറഞ്ഞാലും രാജു വളരെ പാവമാണ്. അവനൊരു ദോഷവും വരരുത്. എന്തായാലും അവൻ കെട്ടുന്ന പെണ്ണിന് ലോട്ടറിയാ. മുണ്ടക്കിലമ്മ സഹായിക്കുമെന്ന് എനിക്കൊരു ഉറപ്പ് തരണം. ഞാൻ ധ്യാനിച്ചിട്ട് എന്റെ ദൈവത്തോടു കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്താം. എന്തായാലും ഞാൻ നിന്നെ സഹായിക്കുമെന്ന് തന്നെ വിശ്വസിച്ചോ. ഇതെന്താ? ആ തള്ള വെറുതെ വെയിറ്റ് ഇടുന്നതാ. അവര് നമ്മുടെ കൂടെ തന്നെ നിൽക്കും, അത് ഉറപ്പാ. ചേട്ടാ, ബാക്കി വെച്ചോ. എടീ, അല്ല, ജേട്ടൻ ഓട്ടോയിലാണോ വന്നേ? ബൈക്ക് എവിടെ ചേട്ടാ? ഓ, ഒന്നും പറയണ്ട എന്റെ പ്രിയേ. ഞാൻ കൊല്ലപ്പെടേണ്ടവരായിരുന്നു. ഈശ്വര, ഒരിക്കൽ കൂടി ഈ ജീവിതം തിരിച്ചു തന്ന ദൈവത്തിന് നന്ദി. എന്തുപറ്റി ചേട്ടാ? എടി, നിന്റെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമാ ഞാനിപ്പോ മരിക്കാതെ രക്ഷപ്പെട്ടത്. അറിയോ? അകലേ നോവിനാലേ